ശംഖുമുഖം ഞങ്ങൾ ഇന്ന് ഈ വാർത്ത കൊച്ചിയിൽ നിന്ന് പരിചയപ്പെടുത്തിയപ്പോൾ യാദൃശ്യമായി ഞങ്ങൾ ശംഖുമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്തായാലും സൂര്യകിരൺ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇവിടെയായിരിക്കും അത് നടക്കുക. ഇനി നമ്മൾ വീണ്ടും തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത് അല്ലേ? അവിടെ CPM വളരെ വലിയ പ്രതിരോധത്തിലാണ്. കുറച്ചധികം ദിവസങ്ങളായി ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയായി. എന്തായാലും ശരണ്യ സ്നേഹജൻ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ശരണ്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഷാനവാസിന്റെ വാദം കളവാണെന്ന് തെളിയിക്കുന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തി എന്നുള്ളതാണ്. അതായത് ഈ വാഹനം ലഹരി പിടിക്കുന്ന സമയത്ത് വാടകയ്ക്ക് നൽകിയിരുന്നു എന്ന ഷാനവാസിന്റെ വാദം തെറ്റാണെന്നുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു എന്നതാണ്. വാടക കരാർ അടക്കമുള്ളത് വ്യാജമാണ് എന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ഈ വാടക കരാർ ഒപ്പിടുന്ന സമയത്ത് ഷാനവാസ് ആലപ്പുഴയിലും ഈ വാടകയ്ക്കെടുത്തു എന്ന് പറയുന്ന ജയൻ കർണാടകത്തിൽ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഷാനവാസിനെതിരെയുള്ള കുരുക്ക് മുറുകുന്ന വളരെ നിർണായകമായ ഒരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ ശരണ്യ? ഹലോ സജിത്, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ആലപ്പുഴയിലെ CPMനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ കേസുകളിൽ ഒന്നാണ് ലഹരിക്കടത്ത് കേസ്. സർക്കാർ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടന്ന ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ CPM നേതാവിന്റെ വാഹനത്തിൽ നിന്ന് തന്നെ, CPMന്റെ ഏരിയ സെൻട്രൽ അംഗത്തിന്റെ വാഹനത്തിൽ നിന്ന് തന്നെ ലഹരി പിടിച്ചെടുക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള 1 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ കേസിൽ ഇതുവരെ ഷാനവാസോ അല്ലെങ്കിൽ ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിയ മുതിർന്ന നേതാക്കന്മാരോ പറയുന്ന വാദം പോലീസ് പൊളിച്ചെടുക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ, ഈ ഷാനവാസ് ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് താൻ ഹാജരാക്കിയ ഒരു വാടക കരാറായിരുന്നു. അതായത് ഈ വാടക കരാറിൽ 6-ന് ജയൻ ഷാനവാസുമായി കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്, ജനുവരി 6-ന്. പക്ഷേ വാഹനം പിടിച്ചെടുക്കുന്നത് കരുനാഗപ്പള്ളി പോലീസ് 8-ാം തീയതിയാണ് പിടിക്കുന്നത്. അതിനു മുമ്പ് 6-ന് താൻ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് 2 ദിവസം മുമ്പ് ആണ് കരാറിൽ ഏർപ്പെട്ടതെന്ന് അടക്കമുള്ളത് സംശയത്തിന്റെ നിഴലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ വാടക കരാറിൽ സാക്ഷികൾ ആരും ഒപ്പിട്ടിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ പോലീസ് അതിനകത്ത് അത് വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഷാനവാസിന്റെ വീട്ടിൽ വെച്ച് വൈകിട്ട് ചാത്തനാട്ടെ ആലപ്പുഴ വീട്ടിൽ വെച്ചാണ് വൈകിട്ട് കരാർ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു ഷാനവാസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ 6-ന് ജയൻ കർണാടകത്തിലാണ്. അതായത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജയൻ കർണാടകത്തിൽ പോയതെന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഷാനവാസുമായി കരാറിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ദിവസം ജയൻ ആലപ്പുഴയിൽ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് സംസ്ഥാനത്ത് പോലുമില്ല, സംസ്ഥാനത്തിനും പുറത്താണ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലഹരി പിടിച്ചെടുത്തത് ബാംഗ്ലൂരിൽ നിന്നുള്ള വന്നതാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ വാഹനവും ജയനും ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടകത്തിലാണ് എന്നുള്ള നിർണായകമായ നിഗമനത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പുതുതായി 2 പേരെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസിന്റെ പുതിയ നീക്കം. അതായത് ജയനെ പ്രതി ചേർത്തു. ഒപ്പം തന്നെ ആലപ്പുഴയിൽ തന്നെയുള്ള ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി, ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം നടന്ന ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയുടെ ഒരു ഉടമയായ അൻസറിനെ കൂടെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് പുതുതായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്വേഷണം വീണ്ടും മറ്റൊരു ഗതിയിലേക്ക് നീങ്ങുന്നു. ഈ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വാടക കരാറിലുള്ള രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ പോലീസ് ഒരുപക്ഷെ വ്യാജ ഡോക്യുമെന്റ്, വ്യാജ മുദ്രപത്രമടക്കം നിർമ്മിച്ച വിഷയത്തിനകത്തും കേസെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചതുപോലെ ആവില്ല, അത് കുറച്ചുകൂടെ കടുത്തൊരു കേസായിരിക്കും. കാരണം അത് വ്യാജ രേഖകൾ ചമച്ച കേസാണ്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ആലപ്പുഴയിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കും. ഇതിനിടയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഷാനവാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആലപ്പുഴ IDBI ബാങ്കിലുള്ള ഷാനവാസിന്റെ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും പോലീസ് എടുത്തിട്ടുണ്ട്. അതിനകത്തും ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ അന്വേഷണം പുതിയൊരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. CPMന്റെ വാദം, അതായത് ലഹരിക്കടത്ത് കേസിൽ വാഹനം വാടകയ്ക്ക് കൊടുത്തതല്ലാതെ മറ്റൊരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. ആ വാഹനം വാടകയ്ക്ക് കൊടുത്തതിലുണ്ടായ ചില പിഴവിലാണ് നടപടിയെടുത്തതെന്നുള്ള CPMന്റെ വാദവും ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാന്റെ ക്ലീൻ ചിറ്റും ഒക്കെ ഇപ്പോൾ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ശരണ്യ, ഒരു കാര്യം കൂടി ശരണ്യ തന്നെ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് തന്നെ CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറിയിട്ടുണ്ട് എന്നത്. അവിടെ പ്രധാനമായും ഉയരുന്ന ഒരു കാര്യം,
നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. സ്വാഭാവികമായും CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ഈ വിഷയം നിയമസഭയിലും ചർച്ചയാവാനുള്ള സാധ്യതയില്ലേ? അത്തരം നീക്കങ്ങൾ പ്രതിപക്ഷം നടത്തുന്നുണ്ടോ? എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ശരണ്യ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയ നീക്കം കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതില്ലേ പ്രതിപക്ഷത്തിന്റെ? സജിത്ത്, ഇതിനകത്ത് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് KPCC തലത്തിൽ തന്നെ അത്തരത്തിൽ ആലപ്പുഴയിൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം, അതായത് വരുന്ന ദിവസം 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം, വലിയൊരു പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിക്കാനായി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ വിഷയങ്ങൾ നിയമസഭയിൽ അടക്കം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പോലീസ് പറയുമ്പോഴും, അതായത് കർണാടകത്തിലാണ് ജയൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ആ ഡോക്യുമെന്റ് വ്യാജമാണെങ്കിൽ സ്വാഭാവികമായും ആ വാഹനത്തിന്റെ ഉടമ ലഹരി കടത്തുന്ന സമയത്ത് ഷാനവാസ് ആണ്. പക്ഷേ അത്തരം ഒരു അറസ്റ്റിലേക്ക് ഇതുവരെ അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതി ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതും പ്രതിപക്ഷം ചോദ്യം ചെയ്യും. അത് അത്തരത്തിൽ പോലീസ് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹിളാ കോൺഗ്രസും മഹിളാ മോർച്ചയും ഒപ്പം തന്നെ യുവമോർച്ച അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളെല്ലാം ആലപ്പുഴ നഗരസഭയിൽ റിലേ സത്യാഗ്രഹം, ഒപ്പം തന്നെ SP ഓഫീസ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ സമരങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴും അത് സംസ്ഥാനം മുഴുവനുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിട്ടില്ല. നിയമസഭ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇത് അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് ആ രീതിയിലുള്ള സംസ്ഥാനം മുഴുവനുള്ള ഒരു ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തും എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷം ഇതൊരു ആയുധമായി എടുക്കുമോ എന്നുള്ളതാണ് വരും മണിക്കൂറുകൾ നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിനകത്ത് ഷാനവാസ് പറയുന്ന വാദങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സജിത്ത്.